നെഹ്റു ട്രോഫി നടത്തിപ്പ് കണക്കുകളിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾക്ക് അവസാനമില്ല. മത്സരം നടന്ന ഒരു വർഷത്തിന് ശേഷം അവതരിപ്പിക്കുന്ന കണക്കിൽ ഇത്തവണയും ക്രമക്കേടുകളുണ്ടെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. സാമ്പത്തിക ഇടപാടുകളിലും കണക്കുകളിലും ബാങ്ക് ബാലൻസിലും മാറ്റം വരുമെന്നാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. കളക്ടർ ചെയർമാനും RDO കൺവീനറുമായ കമ്മിറ്റിയുടെ കണക്ക് സ്ഥിരമായി മത്സരത്തിന് ഒരു വർഷത്തിന് ശേഷമാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ഓഡിറ്ററെ കാണിക്കാതെ ടാക്സ് കൺസൾട്ടന്റിനെ വെച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത്. ഓരോ വർഷവും പുതിയ കമ്മിറ്റി വരാറുണ്ടെങ്കിലും പഴയ ആളുകൾ തന്നെയാണ് മിക്കവാറും പുതിയ കമ്മിറ്റിയിലും വരുന്നതെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. സുവനീർ പ്രകാശിപ്പിക്കാതെ 2.5 ലക്ഷം രൂപ ചെലവെഴുതിയിരിക്കുന്നതാണ് ഇത്തവണത്തെ പ്രധാന പൊരുത്തക്കേട്. വരവിന്റെ കൂട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ച ഈ തുക രേഖപ്പെടുത്തിയിട്ടുമില്ല. സാധാരണ സുവനീറിലേക്ക് പരസ്യയിനത്തിൽ തന്നെ നല്ല വരുമാനം ലഭിക്കും. നെഹ്റു ട്രോഫി കമ്മിറ്റിയിൽ നിന്ന് നാമമാത്രമായ തുക മാത്രമേ ആവശ്യം വരാറുള്ളൂ എന്നിരിക്കെയാണ് 2.5 ലക്ഷം രൂപ ചെലവിനത്തിൽ കാണിച്ചിരിക്കുന്നത്. 2024 പവലിയൻ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരന് 3.5 ലക്ഷം രൂപ കുടിശ്ശികയുണ്ടായിരുന്നു. എന്നാൽ കമ്മിറ്റിയുടെ കയ്യിൽ പണമുണ്ടായിരുന്നിട്ടും നൽകിയില്ല. ആൾ മരണപ്പെട്ടിട്ടും കുടുംബത്തിന് ആ തുക നൽകിയിട്ടില്ല. ഇതിനെല്ലാം പുറമെ പബ്ലിസിറ്റിക്കായി ചിലവാക്കിയ തുകയുടെ കണക്കിലും വ്യാപക ക്രമക്കേടുണ്ട്. ഒരു വർഷമായിട്ടും ചില ഇടപാടുകൾ കൂടി തീർക്കാനുണ്ടെന്നും കണക്കുകളും ബാങ്ക് ബാലൻസിലും മാറ്റം വരും എന്നുമാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇതുമാത്രം മതിയാകും പച്ചയായ അഴിമതിയുടെ തെളിവിനായി. അമൃത ന്യൂസ്, ആലപ്പുഴ.